തൂക്കി എന്നൊക്കെ പറഞ്ഞു. ആഞ്ഞിലിക്ക് സാധാരണ തായ്വേരുകൾ കാണാം, അതുപോലെ തന്നെ പക്വേരുകൾ ഉണ്ട്. ഇത് പക്വേരാണ്, സൈഡിലേക്ക് 4 സൈഡിലേക്ക് നിൽക്കുന്ന പക്വേരുകളാണിത്. ഈ പക്വേരുകൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. മുമ്പ് നമ്മൾ അപ്പുറത്തൊരു കണ്ടതിന് മാവിൻ്റെ കുറ്റിയെടുത്തപ്പോൾ അതിന് പക്വേരില്ല, തായ്വേര് ഭയങ്കര. കാരണം മണ്ണിൻ്റെ ഘടനയും ഒക്കെ നോക്കിയാണല്ലോ ഇതിൻ്റെ വേരുകൾ പോകുന്നത്. ഇത് ഒറ്റപ്പുറത്ത് നിന്നായതുകൊണ്ടാണെന്ന് തോന്നി സൈഡിലേക്കാണ് വേരുകൾ കൂടുതലുള്ളത്. അപ്പം ഇത് ഈ പെടുത്തരുതുണ്ടാവും മനുഷ്യൻ്റെ അണപ്പല്ല് പോലെ. കാരണം അടിയിലേക്ക് 3-4 വേരുകളും പോയിട്ട് അത് നല്ല രീതിയിൽ താഴ്ചയിലേക്ക് വളർന്നൊരു മാവിൻ്റെ കുറ്റിയാണ് കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ അണപ്പല്ല് കിടക്കുന്നത്, അല്ലെ അണപ്പല്ല് പറിച്ച് ഇട്ട് എങ്ങനെ അതുപോലെ താഴേക്ക് വേരുകൾ. ഇവിടെ ഈ ആഞ്ഞിലിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ താഴേക്കുള്ള വേരുകൾ കുറയും, സൈഡിലേക്കുള്ള വേരുകൾ ആണ് ഈ പറിച്ചിട്ട് ഇത് മുറിച്ചതായിരുന്നു. മാറ്റിയാണ് വഴിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിത് മാറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കുറ്റി പറിക്കണമെന്നൊന്നുമില്ല, ഇത്രയും ഇതല്ലേ. അസിസ്റ്റൻ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. നമ്മൾ മെയിൻ ഓപ്പറേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് ഇങ്ങനെ കുത്തിന്ന് ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം ഇനി നാളെയും ഞാനിങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യേണ്ടതാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. കണ്ട് പഠിക്കുക എന്ന് പറയുമല്ലോ, ഞാനിങ്ങനെ അവരുടെ കൊടുത്തിങ്ങനെ ചിന്തിച്ച് കണ്ടതിനെക്കുറിച്ച് പഠിച്ചു. Prepare for the best with Star Health Insurance. നമ്മളെങ്ങനെയാണ് ഇത്രയും മിഷൻ വർക്ക് നടത്തണമെന്നും ഇത്രയും കാര്യമായിട്ടുള്ള പണികളൊന്നും അന്വേഷിക്കണം. ഇത് വലിയ ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ എല്ലാം എന്താക്കുന്നില്ല. ഞാൻ ഇതുപോലുള്ള വർക്കുകൾക്ക് 25 നമ്പർ കൊടുക്കാം. അത്യാവശ്യം നല്ല വർക്കാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അപ്പം ഇത്ര മണ്ണ് ഫില്ല് ചെയ്യാണെങ്കിൽ ഇത്ര കണ്ട് വലിയ സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് സ്പീഡാണ് വർക്ക് ചെയ്യാൻ. സ്പീഡ് ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൊണ്ട് ഇപ്പോൾ ഈ സൈഡിലൊക്കെ ആഞ്ഞിലി കുറ്റിയുണ്ട്, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മണ്ണിടാനുള്ള സൗകര്യം കുറവുണ്ട്, വണ്ടിക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഈ കുറ്റിയോട് പഠിച്ച റോഡൊന്ന് വൃത്തിയാക്കി ക്ലിയറാക്കി വിടുക. പിന്നെ ബാക്കി കുറച്ച് കഴിയുമ്പോൾ പണിയെല്ലാം തീർന്നതിന് ശേഷമാണ് ഈ പേരുടെ കംപ്ലീറ്റ് പണി തീർന്നതിന് ശേഷം മാത്രമായിരിക്കും എൻ്റെ ഫ്രണ്ട് ബാക്കി ഒരു പ്രാവശ്യം കൂടെ ജേഴ്സി വിളിക്കും, നമ്മൾ ഇറ്റാച്ച് വിളിച്ച് എല്ലാം ക്ലിയർ ചെയ്യും. ഇത് ഈ പത്തനംതിട്ട ജില്ല മല്ലപ്പള്ളി വായ്പുരം എന്ന സ്ഥലത്താണ് ഈ പണി നടക്കുന്നത് അപ്പം നമ്മുടെ മല്ലപ്പള്ളിയിലോ പത്തനംതിട്ട ജില്ല എവിടെ പണി ഇതുപോലെ നല്ല വർക്കാണ് ഇവരുടെ. നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഇത് കാരണം ഇതൊരു 60-80 ഇഞ്ച് 60 ഇഞ്ച് മേളിൽ 80 ഇഞ്ച് മണ്ണുള്ള ആഞ്ഞിലിയായിരുന്നു. പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സൈഡിലത്തെ കയറിയിട്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി നേരമൊന്നും ആയില്ല, കണ്ടറിയാം. ഓക്കെ, ബായ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യാം.
താഴെ നിന്ന് ഒരു നല്ല വേരുണ്ട്, അതിൻ്റെ വേരാണെന്ന് തോന്നുന്നത്. ഇല്ലില്ല, ആ സ്റ്റണ്ട് സീക്വൻസിന് സ്റ്റണ്ട്മാൻ്റെ ആവശ്യമില്ല. അതെനിക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത സിനിമയിൽ ഒരു ഭയങ്കര ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഞാനൊരു ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് ചാടി കയറി അവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ അകത്തിരിക്കുന്ന വില്ലനെ ചാടി കയറി പിടിച്ച് തൂങ്ങി ഇങ്ങനെ നിന്ന് അതിൻ്റെ അകത്ത് പിടിച്ച് കയറി വില്ലനെ ഇടിച്ച് അവനെ ചവിട്ടി പുറത്തിട്ടിട്ട് നായകൻ വിജയിക്കുന്ന ഒരു സീൻ. സോറി, ഞാൻ ഒരു ടോം ക്രൂസും അല്ല എന്ന് എനിക്കറിയാം. ഈ അടുത്ത് ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതിനുശേഷം ഇത്തിരി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. സ്റ്റണ്ടിനിടയിൽ ചെറിയ തട്ടുമുട്ടൊക്കെ കിട്ടിയാലും ബാക്കി ഇൻഷുറൻസ് നോക്കിക്കോളല്ലോ. സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് അവർ. രാജ്യത്ത് എല്ലായിടത്തും 14,000 ഹോസ്പിറ്റൽസിൽ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് പോസിബിൾ ആണ്. ഇതൊന്നും പോരാതെ എൻ്റെ പോളിസി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ ഇതിൽ ടോം ക്രൂസൊക്കെ ആവുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഹലോ, എന്താ ആ സീനിന് ബഡ്ജറ്റ് ഇല്ലെന്ന്? അപ്പോൾ ഹെലികോപ്റ്റർ കിട്ടൂലേ? കപ്പല്, വഞ്ചി? ഇതിലോട്ട് വേരുണ്ട്. ഇതുപോലെ ആനയിലൊക്കെ കിട്ടപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വേര് പറിച്ചപ്പോഴാണ് തോന്നുന്നത്. അടിയിലോട്ട് വേരൊന്നുമില്ല, മൊത്തം സൈഡിലെ വേരുകൾ മാത്രമേ ഉള്ളായിരുന്നു. തൂക്കി എന്നൊക്കെ പുറത്ത്